ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കേക്ക് റെസിപ്പിയാണ്. ഒരു ലാറ്റിൻ അമേരിക്കൻ പേസ്ട്രിയാണ്. ട്രിസ് ലെച്ചസ് കേക്കാണ് ഇതിൻ്റെ പേര്. കേട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണോളം ഉപ്പ് എന്നിവ ചേർത്തൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. 1-2 തവണ വരെ അരിച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അരിച്ചെടുത്ത മിക്സ് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. ഈ ഒരു കേക്കിൽ നമ്മൾ വാനില സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്കൊരു ബൗളിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ മുട്ടയൊന്നും ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ കേക്ക് പൊങ്ങി വരാനുള്ള ചാൻസ് കുറവാണ്. നമുക്കിതിലേക്കൊരു 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 3/4 കപ്പോളം പഞ്ചസാരയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയും പഞ്ചസാരയും കൂടി നല്ലൊരു ഫ്ലഫിയായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററിൻ്റെ മാർക്ക് നല്ലവണ്ണം മുട്ടയിൽ തെളിഞ്ഞ് വരണം. ആ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്കതൊന്ന് ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നല്ലവണ്ണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലിന് പകരമായി ബട്ടർ മെൽറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒരു 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കേക്ക് റെസിപ്പിയിൽ ഞാൻ പാല് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പാല് ചേർത്തിട്ടുള്ള സ്പോഞ്ച് കേക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ പാല് ചേർക്കാതെയുള്ള സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ കേക്കിൽ നമുക്കിനി പാല് ചേർക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാല് ചേർത്തുള്ള സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കുന്നില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു തവണ ചേർക്കാതെ 3 തവണ ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ നമുക്ക് ലഭിക്കണം. അതുവരെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരേ ഡയറക്ഷൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാനിപ്പോൾ കേക്ക് ചുട്ടെടുക്കുന്ന ഒരു സോസ് പാനിലാണ്. സോസ് പാനിലോട്ട് 1 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. സോസ് പാനിൻ്റെ അടിയിലോട്ടായി മറ്റൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 30 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ അടുപ്പിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറാൻ അനുവദിക്കാം. ഇതിപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് തന്നെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള മിൽക്ക് മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഇതൊരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കൊരു സോസ് പാനിലോട്ട് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ 2 കപ്പ് പാൽ നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുത്ത് ഏകദേശം ഒരു 1 കപ്പ് പാലാക്കി മാറ്റണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കാം. അടിയിൽ പിടിക്കാനൊന്നും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാട കെട്ടാനും പാടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്.
ഇതിന് പകരമായി ഇവാപ്പറേറ്റഡ് മിൽക്ക് യൂസ് ആക്കിയാലും മതി. അത് റെഡിമെയ്ഡായി കിട്ടുന്നതാണ്. അത് യൂസ് ആക്കിയാലും മതി. ഞാനിപ്പോൾ പാൽ കുറുക്കിയെടുത്ത് 1 കപ്പ് പാലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മൂന്ന് തരം പാല് ഈ കേക്കിൽ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ട്രിസ് ലെച്ചേഴ്സ് കേക്ക് എന്നതിന് പേര് വന്നത്. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാല് തയ്യാറായിട്ടുണ്ട്. ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ അനുവദിക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതിന് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാല്. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് നോർമൽ പാലാണ്. തിളപ്പിച്ചതോ അല്ലെങ്കിൽ തിളപ്പിക്കാത്ത പാലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ച് ആറിയ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും 1 കപ്പ് ചേർത്തിട്ടുണ്ട്. മൂന്നും കൂടി ചേർത്തൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിലൊന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ കേക്ക് നമ്മൾ ലെയർ ചെയ്തെടുക്കില്ല. ഇങ്ങനെ കേക്കിൽ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലെയർ ചെയ്ത് ക്രീം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ കേക്കിൽ. നിങ്ങൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് സ്ട്രോബെറി എസൻസോ പിസ്ത എസൻസോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഈ കേക്കിന് കിട്ടും. സ്ട്രോബെറിയാണ് ചേർക്കുന്നതെങ്കിൽ മുകളിൽ സ്ട്രോബെറി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പിസ്ത ആണെങ്കിൽ മുകളിൽ പിസ്ത വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് നേരത്തെ തയ്യാറാക്കിയ സോസ് പാനിലോട്ട് തന്നെ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ 3 മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. കേക്കിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. നല്ലവണ്ണം തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗളും ബീറ്ററിൻ്റെ വിസ്കും ഫ്രീസറിൽ വെച്ച് ഏകദേശം 1 മണിക്കൂറോളം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ 1 മണിക്കൂർ മുമ്പേ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമുക്കിതൊരു നല്ല സ്റ്റിഫ് പീക്കാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബൗൾ ഇങ്ങനെ തണുപ്പിച്ചെടുത്ത് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിത് കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകൾ വശവും സൈഡ് ഭാഗവും വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കാം. കഴിയുന്നത്ര സ്മൂത്താക്കി എടുക്കാം. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോളിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഗ്ലാസ് ബോളിലാണ് നോർമലി ഈ കേക്ക് ഇങ്ങനെ വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൈഡിലൊന്നും ക്രീം ചമയേണ്ട ആവശ്യമൊന്നുമില്ല. ബൗളിലോട്ട് വെച്ചതിന് ശേഷം മുകളിൽ ക്രീം വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കേക്ക് ബോർഡ് വെച്ച് നോർമലി കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ക്രീം വെച്ച് എല്ലാ വശവും നല്ലവണ്ണം ഒന്ന് കവർ ചെയ്തെടുക്കാം. കേക്കിൻ്റെ സൈഡൊന്നും കാണാത്ത രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കാം. നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് കഴിയുന്നത്ര സ്മൂത്താക്കി എടുക്കാം. ജസ്റ്റ് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ഒരു കോട്ടിങ് കൂടി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് കേക്ക് നല്ലവണ്ണം കവർ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നിങ്ങളുടെ പക്കൽ കേക്ക് ലെവലർ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ലെവൽ ചെയ്തെടുത്താലും മതി. ഒരേ ലെവലിൽ നല്ല സ്മൂത്താക്കി എടുക്കാം. മുകൾ വശവും ഇതുപോലെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ മുകൾ വശവും സൈഡ് ഭാഗവും നല്ലവണ്ണം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കി മുകളിൽ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. കേക്കിൻ്റെ മുകൾ വശം കംപ്ലീറ്റായി ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്താലായിരിക്കും ഈ കേക്ക് കൂടുതൽ ഭംഗി കാണാൻ. ഇപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം മൊത്തം ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിൽ ജസ്റ്റ് ഒരു ബോർഡർ വരച്ചു കൊടുക്കാം. ഏത് നോസിൽ ഉപയോഗിച്ചും ബോർഡർ വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്റ്റാർ നോസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ബദാം സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിസ്തയാണ് കൂടുതൽ നല്ലത്. നിങ്ങളുടെ അടുക്കൽ പിസ്ത ഉണ്ടെങ്കിൽ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് കൂടുതൽ ഭംഗി. ബദാം സ്ലൈസസ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഇതും കൂടി ചേർത്തതിന് ശേഷം കേക്ക് ഒന്ന് ഒരു ദിവസമെങ്കിലും ഫ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ട്രസ് ലച്ചേസ് കേക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൽ നമ്മൾ പാലും മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. ഈ കേക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്